ഇപ്പോൾ നമ്മോടൊപ്പം സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഡോക്ടർ പ്രവീൺ പി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ പ്രവീൺ, സ്വാഗതം. നമുക്കറിയാം, ഈ ഹോർമുസ് കടലിടുക്ക് ലോകത്തിൻ്റെ ഏഷ്യയുടെ ഒരു ഊർജ്ജ കവാടം തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം വെറും 2 കപ്പൽ മാത്രമാണ് ആ ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങിയത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ പ്രതിദിനം 130 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ആ വഴി കടന്നുപോയത്. അതിൻ്റെ സ്ഥാനത്താണ് വെറും 2 കപ്പലിന് മാത്രം ഇന്നലെ ഹോർമുസ് കടലിടുക്കിലൂടെ പോകാൻ സാധിച്ചത്. ഏഷ്യൻ രാജ്യങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രതിസന്ധി തന്നെയല്ലേ ഇത്? പ്രത്യേകിച്ച് ചൈന, ദക്ഷിണ കൊറിയ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ആ ഒരു എണ്ണയുടെ വ്യാപാരം അത് സാമ്പത്തിക മേഖലയെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? പ്രധാനമായും ഈ ഒരു യുദ്ധം, അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം ലോക വ്യാപാര രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, 1/5 വ്യാപാരം, ലോക വ്യാപാരം, വേൾഡ് ട്രേഡ് നടക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്, ഹോർമുസ് സ്ട്രെയിറ്റിലൂടെയാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പെട്രോളിയം ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പെട്രോളിയം ഉൽപ്പന്നം ലോകത്തിൽ തന്നെ വിതാനം ചെയ്യുന്നത് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ ഇറാൻ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് 1/5 തന്നെ കയറ്റുമതി ചെയ്യുന്നത്. ഇത് ഇന്ത്യ, ചൈന, അതുപോലെ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു ദോഷം അനുഭവിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയെ പോലെ തന്നെ ചൈനയും ഇത് വളരെയധികം രൂക്ഷമായിട്ട് ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പൊ ഇതില് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ, വികസ്വര രാജ്യങ്ങളിൽ വരുന്ന ഒരു പ്രശ്നം ഇന്ത്യയുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇമ്പോർട്ട് ബില്ല് അല്ലെങ്കിൽ ഇറക്കുമതിക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന തുക ഒരു വർഷത്തില് വരുന്നത്, ഇപ്പൊ പ്രത്യേകിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം 12 ലക്ഷം കോടി രൂപയാണ് നമ്മൾ ചെലവഴിച്ചത്. അപ്പൊ ഇത് 1 രൂപ തന്നെ നമുക്ക് ഡോളറിൽ, ഈ ബാരലിൽ 1 രൂപ, $1 വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം നമ്മുടെ ഇമ്പോർട്ട് ബില്ലിൽ വലിയ ആയിരങ്ങളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ വ്യത്യാസമാണ്, ലക്ഷം കോടിയുടെ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഉദാഹരണമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട്, തിങ്കളാഴ്ച തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 10% ഒരു ബാരൽ പെട്രോളിയത്തിന്റെ വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവ്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന സാധാരണക്കാർക്ക് വരുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത്, പെട്രോളിയം വില വർദ്ധിക്കുന്നതിനോടനുബന്ധിച്ച് സാധാരണ ഉൽപ്പന്നങ്ങളുടെ, പെട്രോളിയം കയറ്റുമതിയിലൂടെ അല്ലെങ്കിൽ പെട്രോളിയം വാഹനങ്ങളിലൂടെ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും എത്തുന്ന ഉൽപ്പന്നങ്ങളുടെ വിലയിലൊക്കെ വർധന ഉണ്ടാവുന്നതാണ്. സാധാരണക്കാരന്റെ ജീവിതത്തെ വളരെയധികം സ്പർശിക്കുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളും മറ്റുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് വില വർദ്ധിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധി കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കൂടാതെ രാജ്യത്തിന് വരുന്ന വലിയ സാമ്പത്തിക നഷ്ടവും, ഇപ്പൊ ഉദാഹരണത്തിന് സാങ്കേതികമായി പറയുകയാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വലിയ രീതിയിൽ മാറാനായിട്ട് പോവുകയാണ്. കാരണം ഈ പറയുന്ന ഓരോ ദിവസവും ദിനം പ്രതി കൂടുന്ന ഓയിൽ വിലയുടെ വ്യത്യാസം കൊണ്ട്. ഇനി മറ്റൊരു ഭാഗത്ത് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഈ പെട്രോളിയം മാത്രമല്ല, മറ്റു ഉൽപ്പന്നങ്ങളുണ്ട്. ഇന്ത്യ മറിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക്, ഇറാൻ, സൗദി അറേബ്യ, ഈ പറഞ്ഞ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബസ്മതി റൈസ് തന്നെ എടുക്കാം. അത് ഇപ്പോ ഒരു 40 മെട്രിക് ടണ്ണോടുകൂടി 4 ലക്ഷം മെട്രിക് ടണ്ണ് കെട്ടിക്കിടക്കുകയാണ്. അത് ഇറാനിലൊക്കെ ഹൈ ഡിമാൻഡുള്ള ഒരു ഉയർന്ന മൂല്യമുള്ള നമ്മുടെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ഒരു കാർഷിക വിഭവമാണ്. അതേപോലെ തന്നെ ജെംസ്, ജ്വല്ലറീസ്, പിന്നെ മറ്റ് തുണിത്തരങ്ങള്, ഈ കേരളത്തിൽ നിന്നൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മലഞ്ചരക്ക് സാധനങ്ങൾ, അതായത് ഈ സ്പൈസസ് പോലുള്ള സംഗതികൾ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരുപാട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കെട്ടിക്കിടക്കുകയാണെന്ന് മാത്രമല്ല, ഇത് കണ്ടെയ്നറുകളിൽ പലതും ഇവിടുന്ന് പോയത് അവിടെ കുടുങ്ങി. ഇപ്പൊ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് 600-700 കണ്ടെയ്നേഴ്സ് ഷിപ്പ് അവിടെ ഈ പറഞ്ഞ ഗൾഫിലെ കെട്ടിക്കിടക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്നും അതിനകത്തേക്ക് ഈ ഗൾഫിലേക്ക് പോകുന്ന, ഗൾഫിന്റെ മീൻസ് ഈ രാജ്യങ്ങളുടെ തുറമുഖങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഷിപ്പുകൾക്ക് പലതും ഇറക്കുമതി ചെയ്യാൻ പറ്റാതെയും ആ പോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയും തിരിച്ചു വരാൻ പറ്റാതെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കോൾഡ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, അതിന്റെ കുറെ നാശനഷ്ടങ്ങൾ വരുന്നു. ഇതിനെക്കുറിച്ചൊരു പഠനമൊന്നും ഇപ്പോ നടത്താനുള്ള സമയമായിട്ടില്ല. ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്,
വെറും ഒരു പെട്രോളിയം വിലയുടെ വർധനവിൽ മാത്രമല്ല, ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് പെട്രോളിയം കൊണ്ട് പിന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്. അത് പെട്രോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഉപോൽപ്പന്നങ്ങളായിട്ട് റോ മെറ്റീരിയൽസ് പെട്രോളിയത്തിൽ നിന്ന് തന്നെ 40-50 ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ക്രൂഡ് ഓയിൽ ആണ് ആക്ച്വലി, പെട്രോൾ അല്ല, ക്രൂഡ് ഓയിൽ ആണ്. ക്രൂഡ് ഓയിൽ ആണ് നമ്മൾ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും. അതെല്ലാം പിന്നെ ശുദ്ധീകരിച്ച് പല പ്രോസസ്സിലൂടെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് പിന്നെ മറ്റു ഇൻഡസ്ട്രിയിൽ, ഏവിയേഷൻ ഇൻഡസ്ട്രീസ്, അതായത് വിമാന സർവീസുകൾ എത്രയോ റദ്ദാക്കുന്നു. അതിലൂടെ തന്നെ നമുക്കറിയാം 250-300 കോടിയിലധികം പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരു കണക്ക് മാത്രമാണ്, അതിന്റെ വലിയൊരു കണക്ക് ബാക്കി കിടക്കുന്നു എന്ന് മാത്രം. അതിലുണ്ടാക്കിയിട്ടുള്ള നഷ്ടങ്ങൾ, ലോജിസ്റ്റിക്സ് രംഗത്ത് വന്നിട്ടുള്ള വലിയ താഴ്ച, ഏറ്റവും പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ വന്നിട്ടുള്ള വലിയൊരു വീഴ്ചയാണ്. ഈ പറഞ്ഞ എല്ലാ ഇൻഡസ്ട്രിയും, ഏവിയേഷൻ ആണെങ്കിലും ലോജിസ്റ്റിക്സ് ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഇലക്ട്രോണിക്സ് കയറ്റുമതിയെ ബാധിച്ചിട്ടുണ്ട്. ഈ കമ്പനികളെല്ലാം തന്നെ അല്ലെങ്കിൽ കമ്പനികളുടെ ഷെയറുകൾ ഇന്ത്യയിലെ എടുക്കുകയാണെങ്കിൽ സെൻസെക്സ് ആണെങ്കിലും BSE ആണെങ്കിലും ഈ ഷെയറുകളെല്ലാം ഈ സ്റ്റോക്ക് മാർക്കറ്റില് ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് വലിയ ഇടിവ് കാണിച്ചിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഈ പറഞ്ഞ സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ഈ വിപണിയിൽ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വൻ നഷ്ടം, കോടികളുടെ നഷ്ടമാണ് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ആ കമ്പനിക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇത് ഒരു മേഖലയിൽ മാത്രം ചുരുങ്ങുന്നല്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് പെട്രോളിയത്തിന്റെ പ്രശ്നവും കയറ്റുമതിയും അതുപോലെ ലോജിസ്റ്റിക്സും അവിടെ കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ എടുക്കാമെങ്കിലും ഇത് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലേക്കും വ്യാപിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിന്റെ ഒരു തുടക്കമാണ് ഇപ്പോ ഉണ്ടായിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ തുടർന്നു പോവുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ഈ ഒരു പിന്നെ യുദ്ധം കൊണ്ടുണ്ടാവുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു മോണിറ്ററി വാല്യൂവിലായിരിക്കില്ല. അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലേക്കും ഉണ്ടാകുന്നതാണ്. വളരെ വ്യക്തമാണ് അദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഈ യുദ്ധത്തിൻ്റെ തൽഫലമായിട്ട് ലോകമാസകലം സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ യുദ്ധം എത്രയും വേഗം തന്നെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. വളരെ നന്ദി ഡോക്ടർ പ്രവീൺ, പ്രത്യേകിച്ച് ഈ യുദ്ധം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചതിന്. നമുക്ക്